ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കസ്റ്റമറിൻ്റെ കംപ്ലയിൻറ്റ് ഈ വണ്ടിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ AC വർക്കാണെന്ന് പറഞ്ഞ വണ്ടിയാണ്. ഒരു വേറൊരു വർക്ക്ഷോപ്പിൽ കാണിച്ചായിരുന്നു. അപ്പോൾ ഇത് കംപ്രസർ ഫുള്ള് മാറേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ കംപ്രസർ ഫുള്ള് മാറേണ്ട ആവശ്യമില്ല. ഇതൊരു മാഗ്നറ്റിക് കോയിൽ എന്നുള്ള സാധനമാണ്. ഇതാണ് ഈ വണ്ടിയുടെ കംപ്ലയിൻറ്റ്. ഇത് ഷോർട്ടായി പോയിരിക്കുകയാണ്. ഇതിൻ്റെ കൂടാറുള്ള വയറും കാര്യങ്ങളും എല്ലാം ഉരുകി പോകുന്നുണ്ട്. കംപ്രസർ പിടിക്കുന്നുണ്ട്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വിട്ടുകൊടുക്കും. കാര്യം ഷോർട്ടായിരിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിട്ടുകൊടുക്കും. ഈ വയർ മൊത്തം ചൂടാവും, ഉരുകി പോകുന്നുണ്ട്. അതാണ് ഈ വണ്ടിയുടെ കംപ്ലയിൻറ്റ്. നമുക്ക് ഈ കംപ്ലയിൻറ്റ് റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ കംപ്രസർ ചേഞ്ച് ചെയ്യണമെന്നില്ല. ഈ കോയിൽ മാത്രമായിട്ട് മാറിക്കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ കംപ്ലയിൻറ്റ് മാറും. കംപ്രസർ ഫുള്ള് മാറുമ്പോഴത്തേക്കും ഗ്യാസ് പോവും. അത് പിന്നെ ഒന്ന് ഫില്ല് ചെയ്യണം, കംപ്രസർ മാറണം. അപ്പോൾ അങ്ങനെയൊക്കെ വരും. നമ്മളിപ്പോൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സാധനം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് പുതിയ കോയിൽ എന്ന് പറയുന്നത്, മാഗ്നറ്റിക് കോയിൽ എന്ന് പറയും. ഈ സാധനം മാത്രമായിട്ട് മാറിവിടാം. നമുക്ക് ഗ്യാസ് കാര്യങ്ങളൊന്നും ഊരേണ്ട ആവശ്യമില്ല. കംപ്രസറിൻ്റെ വണ്ടിയുടെ ബമ്പർ ഒഴിച്ച് കംപ്രസറിൻ്റെ 3 ബോൾട്ട് ഒഴിച്ച് കണക്ഷൻ ഊരിവിട്ട് കഴിഞ്ഞാൽ കംപ്രസർ വെളിയിലോട്ട് വരും. ഇങ്ങനെ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ പുള്ളി അഴിക്കാം. പിന്നെ കംപ്രസർ വെളിയിലോട്ട് എടുത്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ ബോൾട്ട് അഴിച്ച് വെളിയെടുത്ത് നമുക്ക് ക്ലച്ച് പുള്ളി, അതിനുശേഷം ഇതിൻ്റെ മാഗ്നറ്റിക് കോയിൽ നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഗ്യാസ് ഊറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു സാധനം വാങ്ങിക്കുന്ന എമൗണ്ട് മാത്രമേ ചിലവ് വരണുള്ളൂ. ഗ്യാസ് ഒന്നും ഊരേണ്ടതില്ല. ഇതിലിപ്പം എമൗണ്ട് ഇല്ല. ഏകദേശം ഒരു 2000 രൂപയ്ക്കകത്ത് ഈ സാധനത്തിൻ്റെ വില വരണുണ്ട്. കംപ്രസർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിലൊന്നും നിൽക്കില്ല, നല്ല എമൗണ്ട് വരും. ഇങ്ങനെ ചെയ്യണതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങളെ വണ്ടിക്ക് ഇതേപോലെ AC കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പീരിയൻസ്